ആ പറഞ്ഞ ആൾ അമ്മാതിരി വർത്താനം പറഞ്ഞ ആൾ ഇമാതിരി ചർച്ച ഇരിക്കുന്നത് യോഗ്യമല്ല. പടപേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞൊരു പഴയ ചൊല്ലില്ലേ, അതുപോലെ തന്നെയായിരുന്നു. ഇൻട്രൊഡക്ഷൻ കേട്ടു. വാട്ട് കൈൻഡ് ഓഫ് റബ്ബിഷ്. മാന്യത ഇത്രയൊന്നും പോരാന്ന് മനസ്സിലായി സന്ദീപ് വാര്യർ വേറെ ചില പ്രയോഗങ്ങൾ കൂടി എടുത്തിട്ടടിച്ചു. നമസ്കാരം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2 അക്കത്തിനപ്പുറത്തുള്ള സീറ്റ് പിടിക്കും എന്ന് നരേന്ദ്രമോദി ഇവിടുന്ന് പറഞ്ഞു പോയിട്ട് അധികം നാളായിട്ടില്ല. മൂപ്പര് ഇനിയും ഇങ്ങോട്ട് വരാൻ പോവാണത്രേ. ഈ 2 അക്കത്തിനപ്പുറത്തുള്ള സീറ്റ് പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ച BJPയുടെ നേതാക്കളോ അമ്പും തുമ്പും തിരിയാതെ ചാനലുകളൊക്കെ കയറി ഇറങ്ങി വല്ലാതെ ക്ഷോഭിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കിട്ടും, തൃശ്ശൂർ കിട്ടും, പത്തനംതിട്ട കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വയം വിശ്വസിച്ച് മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് ചാനലുകളായ ചാനലുകളും പത്രങ്ങളായ പത്രങ്ങളും ഒക്കെ ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേതാക്കൾക്ക് ഈ ചാനൽ ചർച്ചക്കൊക്കെ പോയാൽ എത്ര സീറ്റ് 2 അക്കം കറന്നിട്ട് എങ്ങനെ നമ്മൾ പിടിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ചില നേതാക്കൾ ചാനലുകളിൽ അടുത്ത കാലത്ത് നടത്തിയ പ്രകടനം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അമ്മാതിരി പ്രകടനങ്ങളുടെ ഒരു ചെറിയ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം റിപ്പോർട്ടർ TVയിൽ സ്മൃതി പരുത്തിക്കാടുമായുള്ള ചർച്ചയിൽ ശങ്കു ടി ദാസ് നടത്തിയ ഒരു പ്രകടന പരതയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണ്, തീവ്രവാദികളാണ് ഇവിടെ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെതിരെ വിദ്വേഷ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇത്തവണയും അമ്മാതിരി ചില സ്കോപ്പ് ഉണ്ട് എന്ന് വിചാരിച്ച് കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് കൊടിയൊന്നും കാണാത്ത സാഹചര്യം കണ്ട് അന്തിച്ചു പോയത്രേ BJPയുടെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ. ഈ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ സെക്യുലറിസം എന്താണ് എന്ന ക്ലാസ് എടുക്കുകയായിരുന്നു ശങ്കു സ്മൃതി പരുത്തിക്കാടുള്ള ചർച്ചയിൽ ചെയ്തത്. എന്താണ് സെക്യുലറിസം? സെക്യുലറിസം സെപ്പറേഷൻ ഓഫ് ചർച്ച്. എന്താണ് സെക്യുലറിസം എന്ന് BJPയിൽ നിന്ന് തന്നെ പഠിക്കേണ്ടി വരും. ശ്രീ ശങ്കുട്ടി ദാസ്, എന്താണ് സെക്യുലറിസം എന്ന് നിങ്ങളിൽ നിന്ന് തന്നെ പഠിക്കേണ്ടി വരും. നോക്കൂ ശ്രീമതി സ്മൃതി, നിങ്ങൾക്ക് എന്നെ വ്യക്തിപരമായി പരിഹസിച്ചുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് സാമാന്യ മര്യാദയില്ല. ഞാൻ നിങ്ങളുടെ പാർട്ടി എന്നാണ് പറഞ്ഞത്. ശങ്കുട്ടി ദാസ് എന്ന വ്യക്തിയെ അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി BJPയിൽ നിന്ന് പഠിക്കേണ്ടി വരും. ഞാൻ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. BJPക്കാരിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യം എനിക്കില്ലെങ്കിൽ BJPക്കാരുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള പരിഹാസം എടുക്കുന്നത് വ്യക്തിപരമായിട്ട് എടുക്കുകയേ വേണ്ട. ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെയും പരാമർശിക്കാറില്ല ഒരു ചർച്ചയിലും. നിങ്ങളെ പാർട്ടിയാണ് പറഞ്ഞത്. ശരി, നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തോ ആയിക്കോട്ടെ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ശങ്കു സെക്യുലറിസത്തെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് കടന്നു. മാത്രമല്ല, ഞങ്ങൾ പറയുന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ള സംശയം കൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങളും കേരളത്തിലുള്ള ആളുകളാണ്, ഞങ്ങളൊന്ന് സെക്യുലറിസത്തെ കുറിച്ച് പറഞ്ഞോട്ടെ എന്നായി ശങ്കുവിൻ്റെ പ്രതികരണം. നിങ്ങൾ കേരളത്തിന്റെ പൊതു വക്താവായിരുന്നിട്ട് BJPക്കാരോട് നിങ്ങൾ പറയൊന്നും വേണ്ട. കേരളത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഞങ്ങളും. ജനങ്ങളോട് ഒടുക്കം സ്മൃതിക്ക് പറയേണ്ടി വന്നു, നിങ്ങളെ സെക്യുലറിസം ഒക്കെ കുറെ കേട്ടിട്ടുണ്ട്, എന്തായാലും ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ സെക്യുലറിസം പോരാ എന്ന് പറയേണ്ടി വന്നു. എന്താണോ നിങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് ഇതുവരെ ഫലിച്ചിട്ടില്ലല്ലോ. ശ്രീ അരുൺകുമാർ ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് സമർത്ഥിക്കുന്നുണ്ട് ശങ്കുട്ടി ദാസ്. നിങ്ങൾക്ക് എന്തായാലും അത് കേട്ടതോടെ ശങ്കു എണീറ്റ് സ്ഥലം വിട്ട് കളഞ്ഞു. ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി മുദ്ര കുത്തുന്നുണ്ട് BJP. CPM ഒരു ഘട്ടം വരെ അത് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല. എന്ത് പറ്റി ശ്രീ ശങ്കുട്ടി ദാസ്? ഈ ചർച്ചയ്ക്ക് എന്താണ് അദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടായത്? ഈ ചർച്ചയ്ക്ക് അങ്ങനെയെങ്കിൽ പോട്ടെ. റിപ്പോർട്ടർ TVയിൽ നിന്ന് ശങ്കു എണീറ്റ് പോകുന്ന സമയത്ത് നമ്മുടെ സന്ദീപ് വാര്യർ മാതൃഭൂമി ന്യൂസിൽ അഭിലാഷുമായി കടുത്ത കൂലങ്കുഷമായ ചർച്ചയിലായിരുന്നു. അവിടെ BJPയുടെ സ്ഥിരം നിലവാരത്തിനൊത്ത ഒരു ആരോപണം സന്ദീപ് വാര്യർ ഉന്നയിക്കുകയും ചെയ്തു. ആ ആരോപണത്തിൽ നിന്നാണ് ചർച്ചയുടെ ഗതി മാറുന്ന സംഭവം ഉണ്ടായത്. സന്ദീപ് വാര്യർ പറഞ്ഞു, ബ്രിട്ടീഷ് സൈനികർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ സഖാക്കളെ പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന ഒരാരോപണം സന്ദീപ് വാര്യർ പറഞ്ഞു. നമ്മൾ കേട്ടാൽ അറക്കുന്ന ആരോപണമാണ്. പക്ഷേ സന്ദീപ് വാര്യർക്കും BJPക്കാർക്കും അങ്ങനെയൊന്നുമില്ല. അവരെന്തും പറയും. ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് പണം തന്നു, നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പകരമായി ക്വിറ്റ് ഇന്ത്യ സമരക്കാരെ ഒറ്റിക്കൊടുത്തു. ബ്രിട്ടീഷ് സൈനികർക്ക് വേണമെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങളുടെ സഖാക്കൾ നൃത്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് വരെ നിങ്ങളുടെ നേതാക്കന്മാർ കത്തെഴുതി അറിയിച്ചു. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് പണം കിട്ടി. സന്ദീപ് വാര്യർ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായല്ലോ. പൈസ വാങ്ങിയിട്ട് ഇടതുപക്ഷ സഖാക്കളെ
ബ്രിട്ടീഷ് സൈനികർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സഖാക്കൾ കൊടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് സഹിക്കില്ല. അനിൽകുമാറിന് ഒട്ടും സഹിക്കില്ല. അനിൽകുമാർ അപ്പം തന്നെ ഇടപെട്ടു. ബംഗാൾ സർക്കാരിന്റെ തന്നെ രേഖയിൽ പറയുന്നുണ്ട്. അനിൽകുമാർ ആലോചിച്ച് നോക്കി. അപ്പൊ അനിൽകുമാർ പറയുന്ന ഇടതുപക്ഷ സഖാക്കൾക്കൊന്നും ഡാൻസ് കളിക്കാൻ അറിയില്ല. ഡാൻസ് കളിക്കാൻ അറിയുന്ന ആള് സ്മൃതി ഇറാനിയാണ്, കേന്ദ്രമന്ത്രിയാണ്. എനിക്കറിയില്ല, വേറെ ആർക്കെങ്കിലും ഡാൻസ് കളിക്കാൻ അറിയോ എന്നുള്ളത് അറിയില്ല എന്നും അനിൽകുമാർ പറഞ്ഞു. അവര് അഭിനേത്രിയൊക്കെ ആണല്ലോ, അവർക്ക് ഈ കാര്യം അറിയാമായിരിക്കും എന്നാണ് അനിൽകുമാർ പ്രതികരിച്ചത്. ഒയ്യന്റെ മോനെ, അനിൽകുമാർ പറഞ്ഞത് സന്ദീപ് വാര്യർക്ക് സഹിച്ചില്ല. സന്ദീപ് വാര്യർ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച്, നിങ്ങളെ സഖാക്കളെ കുറിച്ച് ഞങ്ങൾ എന്തും പറയും, ഞങ്ങളെ പാർട്ടിക്കാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. ഒരു സ്ത്രീയാണ് അവഹേളിക്കുന്നത്. അല്ല നോക്കൂ, ഞാൻ പറയുന്നത് ഒരു സ്ത്രീയാണ് അവഹേളിക്കുന്നത്. അല്ല, ആരും ആരെയും അവഹേളിക്കുന്നത്. അല്ല, ഒരു കാര്യം ഞാൻ പറയുന്നത് ഞാനായിരുന്നു ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ കുറിച്ച് ഞാനായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ അഭിലാഷ് സമ്മതിക്കോ? അതും ഒരു കേന്ദ്രമന്ത്രിനെ കുറിച്ച്. നിങ്ങൾ കേന്ദ്രമന്ത്രി ഒന്നുമല്ലോ, നമ്മളെ ആളെ കുറിച്ച് പറയുന്നതിന് നിങ്ങൾക്ക് ലൈസൻസ് വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ എന്തും പറയും, ഞങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല, അത് കേട്ട് അനുസരിച്ച് നിന്നോളുക എന്ന് പറഞ്ഞു സന്ദീപ് വാര്യർ. വനിതാ നേതാവിനെ കുറിച്ച് പറഞ്ഞത് അഭിലാഷിന് സമാധാനം പറയേണ്ടി വരും. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അഭിലാഷൻ സമാധാനം പറയേണ്ടി വരും. ഞാൻ എന്തിനാണ് ആളുകൾ പറയുന്നതൊക്കെ സമാധാനം പറയുന്നത്? വനിതാ നേതാവിനെ കുറിച്ചാണ് ഈ കേട്ടാലറിക്കുന്ന ഭാഷയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത്. അല്ല, ഒരു കേട്ടാലറിക്കുന്ന ഭാഷയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ ഒരു ഈ തെമ്മാടിയെ ഉണ്ടല്ലോ, ഈ തെമ്മാടിയെ വെച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് പോകാൻ പറ്റുമോ? അനിൽകുമാർ, താങ്കൾ ആ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നടത്തുന്നുണ്ടോ? അല്ല, ആരെയും അവഹേളിക്കുന്ന ഭാഷയിൽ നേതാവിനെ കുറിച്ച് ആരെയും അസഭ്യമൊക്കെ പറഞ്ഞോ? ഞാൻ കേട്ടില്ല. കേട്ടോണ്ടിരിക്കോ? ഞാൻ ഈ ബഹളത്തിനിടയ്ക്ക് കേട്ടില്ല. നിവാസിയെ വെച്ചോണ്ട് ചർച്ചയിൽ പോകാൻ പറ്റില്ല. ഒന്നുകിൽ ഇവനെ ഇറക്കി വിടണം, അല്ലെങ്കിൽ ഞാൻ പോവാണ്. അയ്യോ, സന്ദീപ് വാര്യർ പോല പറഞ്ഞത് എന്താണെന്ന് ഒന്ന് കേട്ടിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം തന്നെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം വരും. മറ്റ് ഉള്ള ആളുകളെക്കുറിച്ച് താൻ എന്തൊക്കെയാണ് നാട്ടിൽ പറഞ്ഞു നടക്കുന്നതെന്ന് തനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. അതുകൊണ്ട് സന്ദീപ് വാര്യർ ഒന്നും കൂടി അത് കേൾക്കുന്നത് തന്നെക്കുറിച്ചുള്ള സ്വയം ബോധം, അല്ലെങ്കിൽ പണ്ട് അർജുനൻ പറഞ്ഞ കണക്കെ താൻ തന്നെ ഗംഭീരാണ് എന്ന് സ്വയം പറയാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കും. ഇതാ കേട്ട് നോക്ക്. ബ്രിട്ടീഷ് സൈനികർക്ക് വേണമെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങളുടെ സഖാക്കൾ നൃത്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് വരെ നിങ്ങളുടെ നേതാക്കന്മാർ കത്തെഴുതി അറിയിച്ചു. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് പണം കിട്ടി. ഇതാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അതായത് ഇടതുപക്ഷം സഖാക്കളെ പൈസ വാങ്ങിച്ചിട്ട് ബ്രിട്ടീഷ് സൈനികർക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാനും നൃത്യങ്ങൾ അവതരിപ്പിക്കാനും, അതായത് വിനോദത്തിന് വേണ്ടിയിട്ട് ആളുകളെ നൽകും എന്നാണ് പറഞ്ഞത് സന്ദീപ് വാര്യർ. പറയാൻ പാടുള്ള ഭയങ്കരമായ ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി കൊടുത്ത കേസൊക്കെ സ്ഥിരമായി പറയുന്ന ഘട്ടത്തിൽ തിരിച്ചടിക്കാൻ ഭയങ്കരമായിട്ട് പറയാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മുടെ സവർക്കർ മറ്റേ കത്തിൻ്റെ കാര്യം പറയില്ലേ, മാപ്പ് കത്തിൻ്റെ കാര്യം പറയാറുണ്ടല്ലോ, അതിന് പറ്റിയ കൗണ്ടറാണ്. ഇമാതിരി കൗണ്ടർ തന്നെ പറയണം. നിലവാരത്തിനൊത്ത കൗണ്ടറാണ്, ഗംഭീര കൗണ്ടറാണ്. അല്ല, കേൾക്കൂ, ഈ അനിൽകുമാർ എന്താണ് പറഞ്ഞത്? എന്തായാലും ഞങ്ങൾ എന്തും പറയും, തിരിച്ചു പറയാൻ പാടില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ അപ്പൊ തന്നെ എണീറ്റ് പോയി. എനിക്ക് മനസ്സിലായില്ലേ? അനിൽകുമാർ എന്താണ് ഈ നിങ്ങൾ തമ്മിലുള്ള ബഹളത്തിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യമില്ല. സന്ദീപ് വാര്യർ എന്താ പറഞ്ഞതെന്ന് അഭിലാഷിനപ്പം മനസ്സിലായിരുന്നില്ല. ഒടുക്കം അനിൽകുമാർ വിശദീകരിച്ചു കൊടുത്തു, ഇന്നതാണ് പറഞ്ഞതെന്ന്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ ഒറ്റുകൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ നൃത്തക്കാരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വനിതാ സഖാക്കൾ മാറി എന്നാണ് ചർച്ചയിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? അപ്പോൾ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷണൽ ഉണ്ടായിരുന്ന ആളാരാ? പറഞ്ഞത് കേൾക്ക്. അല്ല പിന്നെ ഞാനെന്തിനാ പറയേണ്ട കാര്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വനിതാ സഖാക്കൾ നൃത്തം ചെയ്തോ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ? ഒരാൾക്കൊരു ചർച്ച വന്നിട്ട് എന്തും പറയാം അല്ലേ? അഭിലാഷ് റീവൈൻഡ് ചെയ്ത് കേൾക്ക്. എന്നാൽ റീവൈൻഡ് ചെയ്ത് ഒന്നും കൂടി കേൾക്കാം. ഇതൊക്കെ കേട്ടോ. ബ്രിട്ടീഷ് സൈനികർക്ക് വേണമെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഞങ്ങളുടെ സഖാക്കൾ നൃത്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് വരെ നിങ്ങളുടെ നേതാക്കന്മാർ കത്തെഴുതി അറിയിച്ചു. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് പണം കിട്ടി. ആരാണ് എന്താണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും ബോധ്യമായല്ലോ. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പറഞ്ഞ ആള് അമ്മാതിരി വർത്താനം പറഞ്ഞ ആൾ ഇമാതിരി ചർച്ച ഇരിക്കുന്നത് യോഗ്യമല്ല. അപ്പോൾ മൂപ്പര് സ്വയം തന്നെ മനസ്സിലായിട്ട് എണീറ്റ് പോയിട്ടുണ്ട്. അവിടുന്ന് പോയിട്ട് നേരെ 24-ൽ ഹാഷ്മിൻ്റെ മുമ്പിലാണ് സന്ദീപ് വാര്യർ പോയിരുന്നത്. ഹാഷ്മിൻ്റെ മുമ്പ് പോയപ്പോൾ എന്താ സ്ഥിതി? ഹാഷ്മി ആണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളെ വെച്ചുള്ള ആ പ്രത്യേക പരിപാടി ഉണ്ടല്ലോ, അക്കൗണ്ട് പൂട്ടിക്കുക, ED-നെ കൊണ്ട് അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു കലക്കൻ ഇൻട്രോ അങ്ങോട്ട് പറയുമായിരുന്നു. ആത്മരോഷത്തോടെ പറയുന്ന ഇൻട്രോ കേട്ടിട്ട് സന്ദീപ് വാര്യർ കിട്ടുകിട്ടുങ്ങി. പടപേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞൊരു പഴയ ചൊല്ലില്ലേ, അതുപോലെ തന്നെയായിരുന്നു മാതൃഭൂമിയിലെ അനിൽകുമാറിൻ്റെ അടുത്ത് 24-ൽ വന്നപ്പോൾ ഹാഷ്മിയുടെ ഇൻട്രോ. ഹാഷ്മിയുടെ ഇൻട്രൊഡക്ഷൻ കേട്ടു. വാട്ട് കൈൻഡ് ഓഫ് റബ്ബിഷ്
നിങ്ങൾ ആരോടാ ഈ വെല്ലുവിളിയും ഇത് കേരളമാണ് എന്നൊക്കെ പറയുന്നത്? കേരളത്തിൽ ആ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ വിലയല്ലേ ഇവന്മാർ കൊണ്ടുപോയി കട്ടുമുടിച്ച് തിന്നത്? അതിന്റെ അതിലെ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്ന സമയത്ത് രണ്ടും രണ്ടാണ് സന്ദീപ്. താങ്കൾ എത്ര റബ്ബിഷ് എന്ന് പറഞ്ഞാലും എത്ര നാണം കെട്ടാന്ന് പറഞ്ഞാലും വസ്തുതയല്ലാതാവുന്നില്ല. തികച്ച മൂന്നാംകിട മാധ്യമ വിചാരണ എന്തുമായിക്കോട്ടെ, താങ്കൾ കുരുപൊട്ടി എന്തൊക്കെ പറഞ്ഞാലും, താങ്കൾ കുരുപൊട്ടി എന്തൊക്കെ വല്ലാത്ത വാക്ക് ഉപയോഗിച്ചാലും വസ്തുതയല്ലാതാവുന്നില്ല സന്ദീപ്. രണ്ടും രണ്ടാണ്. കരുവന്നൂരിൽ അടിച്ചുമാറ്റിയ കള്ളപ്പണമാണ് അക്കൗണ്ടിലെങ്കിൽ ഇഡിക്ക് അത് കോൺഫിസ്കേറ്റ് ചെയ്യാം. ചെയ്തോ? ആ, ഇനി റബ്ബിഷ് എന്നോ നാണം കെട്ടാവുന്നോ കുരുപൊട്ടി എന്തൊക്കെ സന്ദീപ് പറഞ്ഞാലും വസ്തുതയല്ലാതാവുന്നില്ല. ഒരു മിനിറ്റ് പറ ആഷ്മി, ഞാൻ ചോദിക്കുന്ന നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. മുളുകയും വേണ്ട, തടസ്സപ്പെടുത്തരുത്. മര്യാദക്ക് ഞാൻ പറയുന്ന മര്യാദക്ക് കേൾക്കുന്നതല്ലേ? നമ്മുടെ BBC-ന്റെ അവസ്ഥ ഓർമ്മയുണ്ടല്ലോ. അമ്മാതിരി സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കേട്ടിട്ട് അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. കേരളത്തിൽ ഭരണത്തിലില്ലാത്ത പാർട്ടിയാണെന്നും പറഞ്ഞ് പുച്ഛത്തോടൊന്നും കാണേണ്ട. കേന്ദ്രത്തിൽ ഭരണത്തിലുള്ള പാർട്ടിയാണ്. എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് ഹാഷ്മി കോൺഗ്രസിൻ്റെ അക്കൗണ്ട് പൊട്ടിച്ചു, അതിന് തോന്നിയാസാണെന്നൊക്കെ പറയുന്നതേ അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. സന്ദീപ് വാര്യർ പറയുന്ന അങ്ങോട്ട് കേട്ടോളാം. അതനുസരിച്ച് ചാനൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? സന്ദീപാണോ തീരുമാനിക്കുന്നത് ആവശ്യമുള്ള ഇൻട്രോ ഏത്, ആവശ്യമില്ലാത്ത ഇൻട്രോ ഏതെന്ന്? ഈ ദാസ്യപ്പണി ആർക്കേണ്ടി എടുക്കുന്നു? റബ്ബിഷ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് വസ്തുതാവിരുദ്ധതയുണ്ടോ? അത് പറ സന്ദീപ്, ചൂണ്ടിക്കാണിക്ക്. ഒരു വാക്ക് വസ്തുതാവിരുദ്ധതയുണ്ടോ? ഒറ്റ വാക്ക്. വെല്ലുവിളിക്കലാണ്. ഇപ്പോഴാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. ഒരു വാക്ക് വസ്തുതാവിരുദ്ധമായി കാണിക്കാവോ? വെല്ലുവിളിയാണ്. ഒറ്റ വാക്ക് വസ്തുതാവിരുദ്ധമായി പറയാവോ? കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതാണ് വിഷയം. അത് പക്ഷേ സന്ദീപ് വാര്യർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും മരവിപ്പിക്കുന്ന ആളുകളല്ല, ഞങ്ങൾ വളരെ മാന്യന്മാരാണെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഇതാ, മാന്യതയെ കുറിച്ച് ബോധമില്ലെങ്കിൽ ഇത് കേട്ടോ. ആഷ്മിയുടെ കയ്യിലല്ല കേരളത്തിലെ ജനങ്ങളെ. കരുവന്നൂർ വേറെ കേസാണ്. ഇവിടെ ഫണ്ട് മരവിപ്പിക്കാൻ കരുവന്നൂർ എന്ന് ആര് പറഞ്ഞു? ഇവിടെ ഫണ്ട് മരവിപ്പിച്ചത് കരുവന്നൂർ എന്ന് ആര് പറഞ്ഞു? മാന്യത ഇത്രയൊന്നും പോരാന്ന് മനസ്സിലായി സന്ദീപ് വാര്യർ വേറെ ചില പ്രയോഗങ്ങൾ കൂടി എടുത്തിട്ടടിച്ചു. നാലാംകിട വർത്താനം പറയില്ലേ? നാലാംകിട വാക്ക് ചുരുട്ടി കൈവെക്ക്. നാലാംകിട വാക്ക് ചുരുട്ടി കൈവെക്ക്. നാലാംകിട വാക്ക് ചുരുട്ടി കൈവെക്ക്. അതാ പറഞ്ഞ കൈവെച്ചോ? ഒലത്ത എന്ന വാക്കൊക്കെ കൈവെച്ചാൽ മതി. ഒലത്ത എന്നൊക്കെ വാക്കൊക്കെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. ഒലത്തെന്ന വാക്ക് പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. സാർ ഒലത്ത എന്ന വാക്കൊക്കെ പാർട്ടി ഓഫീസിൽ പറ. അല്ല, അവിടെ സ്ഥിരമായി പറയുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെയും പറഞ്ഞത്. ഇവിടെ അതുപോലെ പറയാൻ പറ്റിയ സ്ഥലമാണെന്ന് മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും സന്ദീപ് വാര്യരും ശങ്കുട്ടി ദാസും ഒക്കെ ഇമാതിരി ചർച്ചയായി മുന്നോട്ട് പോയാൽ സുരേന്ദ്രൻ വയനാട്ടിൽ നിന്ന് കുന്നു കയറി വെള്ളം കുടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാജീവ് ചന്ദ്രശേഖരനെയോ സുരേഷ് ഗോപിയോ ആരെ ജയിപ്പിക്കും എന്നൊക്കെ ഉടൻ തീരുമാനിക്കണം. എന്നിട്ട് ആ തീരുമാനം നമ്മുടെ മോദിജിനെ അറിയിക്കണം. ഇരട്ടയക്കം സീറ്റുകൾ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ മോദിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ സീറ്റിനെ കുറിച്ചുള്ള വേവലാതിയാണോ ഇങ്ങനെയൊക്കെ പുറത്തേക്ക് വരുന്നത് നമുക്കറിയില്ല. എന്തായാലും BJP-ക്കാർക്ക് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.